തീരുമാനം എടുക്കാൻ എളുപ്പമാണ്. എന്നാൽ അത് നടക്കാൻ ബുദ്ധിമുട്ടാണോ? അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണോ? ദെൻ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ആക്ഷൻ എടുക്കുക എന്നുള്ളത് ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. നമ്മൾ കുറേ ഡിസിഷൻസ് ഒക്കെ എടുക്കും. പക്ഷേ ഹൗ ടു മേക്ക് ദിസ് ഡിസിഷൻ ടു ആക്ഷൻ. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇത്ര പോർഷൻസ് പഠിച്ചു വയ്ക്കാം. അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ എക്സസൈസ് ചെയ്യാം. അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനായിട്ടുള്ള ഞാൻ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഏർപ്പെടാം എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവന്ന് നമ്മൾ ഡിസിഷനായിട്ട് എടുക്കും. പക്ഷെ നമ്മൾ എന്താണ് ആ ഡിസിഷൻ ഒരു സക്സസ് ആവാനുള്ള ആക്ഷൻ നമ്മൾ എന്താണ് എടുത്തത്? എന്താണ് ശരിക്കും അതിനുള്ള തടസ്സം? വാട്ട് വി നീഡ് ടു ഡു? ആക്ച്വലി നമ്മളുടെ തടസ്സം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മടിയായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങളായിരിക്കാം. അതർവൈസ് വി ഡോണ്ട് നോ, ഇഗ്നോറൻസ് ആയിരിക്കാം എങ്ങനെ നമ്മൾ റീച്ച് ചെയ്യണം എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾക്ക് ഒരു ആഗ്രഹമുണ്ട്, നമ്മൾക്ക് പുതിയൊരു സ്കില്ല് പഠിക്കണം അല്ലെങ്കിൽ പുതിയൊരു കാര്യം ലേൺ ചെയ്യണമെന്നുണ്ട്. ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു ഡു ദാറ്റ് ഓർ ഹൗ ടു മേക്ക് മണി ഫോർ ദാറ്റ്. അതും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിലേക്ക് എത്താൻ ഒരു വഴിയും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കാണില്ല. അതുമല്ലെങ്കിൽ പൈസയുണ്ട്, സമയമുണ്ട്, മടിയായിരിക്കും കാരണം. അങ്ങനെ. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾക്ക് മാർഗ്ഗങ്ങൾ മുന്നിൽ തെളിയുമ്പോൾ പല ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണല്ലോ. നമ്മുടെ ഉള്ളിൽ ലക്ഷ്യങ്ങളുണ്ട്, നമുക്ക് തീരുമാനം എടുക്കാനുള്ള തീവ്രമായ ആഗ്രഹങ്ങളുണ്ട്. ആൻഡ് ഒരു നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് 365 ഡേയ്സ് എന്നുള്ളത്. ഒരു ന്യൂ ഇയർ തുടങ്ങിക്കഴിഞ്ഞ് നമ്മളെല്ലാവരും പുതിയ റെസൊല്യൂഷൻസ് എടുക്കുന്നു. എല്ലാവർക്കും 365 ന്യൂ ചാൻസസും കിട്ടും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചാൻസസും കിട്ടും. ബട്ട് ഹൗ വി ആർ യൂട്ടിലൈസിങ് ഇറ്റ്, നമ്മൾ എങ്ങനെയാണ് ഈ 365 ഡേയ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണത്? എന്താണ് നമ്മളുടെ അതിലേക്ക് എത്താനുള്ള, നമ്മുടെ ഗോളിലേക്ക് എത്താനുള്ള തടസ്സം? നമുക്ക് മോട്ടിവേഷൻ ഉണ്ട്, പക്ഷെ ആ മോട്ടിവേഷൻ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് ലേസിനെസ് ആവും, നമുക്ക് ഉറക്കം വരും. നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ യു ആർ ബ്രില്യൻ, മേക്ക് ഇറ്റ് ഹാപ്പൻ, കീപ് ഗോയിങ്, ഈ വേർഡ്സ് ഒക്കെ മൈൻഡിലുണ്ട്. ബട്ട് എന്താണ് വാട്ട് ഈസ് ലൈക്ക് മേക്കിംഗ് ഇറ്റ് ഡിം? നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ ജേർണിയിൽ, നമ്മുടെ ആ ഒരു ഗോളിലേക്കുള്ള ജേർണിയിൽ നമ്മുടെ മോട്ടിവേഷൻ ഡിം ചെയ്യണ കാര്യങ്ങൾ എന്താണ്? ചിലപ്പോൾ ഉറക്കം കൂടുതലായിരിക്കില്ല. ആ ഒരു ദിവസം ഉറക്കം കൂടി ഒരു ഒരു 10 മിനിറ്റ് എക്സ്ട്രാ ഉറങ്ങി എന്ന് വെക്കട്ടെ, പക്ഷെ നെക്സ്റ്റ് ഡേ യു ഹാവ് ടു വേക്ക് അപ്പ് ടു കോമ്പൻസേറ്റ്. ആ ഒരു ഏർലി വേക്കപ്പിനുള്ള നമ്മുടെ ആ മൂഡ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ഡേ നമ്മൾ എന്തായാലും നേരത്തെ എണീറ്റിരിക്കണം. പലരും ഡിസിഷൻ മേക്കിംഗ് ഒരു പവറാണെന്ന് കരുതുന്നവരുണ്ട്. എനിക്ക് പല തീരുമാനങ്ങൾ എടുക്കാൻ അറിയില്ല, ഐ ആം വീക്ക് എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാളിരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഐ എം നോട്ട് വീക്ക്, ഐ എം സ്ട്രോങ്. ഐ എം നോട്ട് വീക്ക് എന്നുള്ളതിന് പകരം നമ്മൾ ഐ എം സ്ട്രോങ് എന്ന് പ്രയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഫോക്കസ് കറക്റ്റാക്കി വയ്ക്കുക, കോൺഫിഡൻസ് കൊടുക്കുക, പിന്നെ ആ മോട്ടിവേഷൻ സസ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഗോളിലേക്ക് എത്താൻ പറ്റുന്നേ. പല ഡിസിഷൻസും ബ്രേക്കപ്പ് ആവുന്നത് നമ്മളുടെ ഇടയിൽ ആ മോട്ടിവേഷൻ കുറയുമ്പോഴാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഹെൽത്തി വെയ്റ്റിലേക്ക് പോകണം. ഇപ്പോൾ തടി നല്ല കുറഞ്ഞ ആളുകളുണ്ടാവില്ല, അവർക്ക് നല്ലൊരു ഹെൽത്തി വെയ്റ്റ് അല്ലെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡയറ്റ് അതിന് മതിയാവില്ല. അപ്പോൾ ചിലപ്പോഴൊന്നും നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടില്ല. അപ്പം മിക്കതും നമ്മുടെ ഇഗ്നോറൻസ് ആയിരിക്കും. എവിടെ എവിടെ എത്തണം എന്നുള്ളത് നമുക്ക് അറിയണ്ടാവില്ല. രണ്ടാമത് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ ആ ഒരു ആക്സലറേഷൻ നമുക്ക് കിട്ടുന്നില്ല, ഹൗ ടു മൂവ്, ഹൗ ടു ഗോ ഫോർവേഡ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള മൈൻഡിനെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക ടെഡ് ടോക്സ് പോലെയുള്ള മോട്ടിവേഷൻ ടോക്സ് ആണ് കേൾക്കാനായിട്ട്. അത് ഒരു കണക്കിന് നല്ലതാണ്, നമ്മളെപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും, നമുക്ക് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. നേരെ മറിച്ച് നമ്മൾ കുറച്ച് ലേസി ടൈപ്പിലേക്ക് പോയി, നമ്മുടെ ഫോക്കസ് കുറച്ച് ബാക്കിലോട്ട് പോയി, ആ ശരി ഞാൻ ഇന്ന് കുറച്ച് ലാഗ് ചെയ്തു, നാളെ ഇതിന് രണ്ട് സ്റ്റെപ്പ് മോർ ഫോർവേഡ് ചെയ്യണം. ഐ ഹാവ് ടു മൂവ് ലിറ്റിൽ മോർ, ഐ ഹാവ് ടു വർക്ക് ലിറ്റിൽ മോർ ഹാർഡ് വർക്ക് ഇല്ലാണ്ട് സക്സസ്സിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണല്ലേ. വെറുതെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനും ഫോക്കസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ധാരാളം ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. ജനുവരി തുടങ്ങുമ്പോൾ 2025 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇഷ്ടം പോലെ റെസൊല്യൂഷൻ എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഇപ്പോൾ ദേ ജൂലൈ ആയി,
7 months കഴിഞ്ഞു. എന്തൊക്കെ ഡിസിഷൻസ് ആണ് നിങ്ങൾ ആക്ഷനായിട്ട് എടുത്തത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത്, ഒന്ന് റീതിങ്ക് ചെയ്യാം. കാരണം എപ്പോഴും ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും, പിന്നെ നമ്മൾ മറന്നു പോകും. നമുക്ക് ചിലപ്പം ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇടയിൽ വരുന്ന തടസ്സങ്ങളായിരിക്കാം. എന്തൊക്കെയോ നമുക്ക് ആ ഡിസിഷൻ ആക്ഷൻ ആക്കാൻ പറ്റിയില്ല. സോ വി ഹാവ് ടു ഡു കറക്റ്റ്ലി ഓൺ ടൈം. നമ്മൾ ഡിസിഷൻ എടുത്തിരിക്കുന്നു, നമ്മൾ ആക്ഷൻ എടുത്തിരിക്കുന്നു, ആൻഡ് വി ആർ വർക്കിംഗ് കൺസിസ്റ്റൻ്റ്ലി ഫോർ ദാറ്റ്. നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. നമുക്കറിയാം നമ്മുടെ പബ്ലിക് എക്സാം വരുന്നുണ്ട്, ആൻഡ് വി ആർ അപ്പിയറിങ് ഫോർ എ പബ്ലിക് എക്സാം. അപ്പോൾ എക്സാമിൻ്റെ തലേദിവസം 2 ആഴ്ച പഠിച്ചിട്ട് കാര്യമില്ല. സോ എവറി ഡേ വി ഹാവ് ടു ലേൺ. കുറച്ച് കുറച്ച് പോർഷൻസ് ലേൺ ചെയ്യാം, ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട്. നമുക്ക് ബൾക്കായിട്ട് ഒരു വർക്ക് തീരാൻ പറ്റില്ല പലപ്പോഴും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് ആക്കിയിട്ടിട്ട് ചെയ്ത് അവസാനിപ്പിക്കുക. അതിന് മസ്റ്റായിട്ട് വേണ്ടത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ മസ്റ്റാണ്. കാരണം നമുക്കൊരു കുറേ പോർഷൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഫിനിഷ് ചെയ്യണം എന്ന് വെച്ചിരുന്നാൽ പറ്റില്ല. സോ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ഒരു അക്കാഡമിക് ഇയർ കിട്ടുന്നുണ്ട്. സോ തുടക്കത്തിൽ തന്നെ ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് അത് പഠിച്ച് അവസാനിപ്പിക്കണം. ആ മോട്ടിവേഷൻ, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു മോട്ടിവേഷൻ്റെ സ്പാർക്ക് അണയാതെ നോക്കണം. നമുക്ക് തന്നെ അറിയാം ചില ടാസ്കുകൾ നമുക്ക് ചെയ്ത് കഴിയോ എന്ന് ഡൗട്ടാണെന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ടാസ്കിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഈ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ദിവസം ചെയ്യും, കുറച്ച് കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ഡേക്ക് മാറ്റി വയ്ക്കും, ആൻഡ് മേക്ക് ഷുവർ യു ആർ ഡൂയിങ് ദ സെയിം ടാസ്ക്. എന്ന് വെച്ചാൽ ആ കംപ്ലീറ്റ് ചെയ്യാനുള്ള പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് മൈൻഡിൽ ഡിസിഷൻ എടുക്കാം. അത് വർക്കൗട്ട് ആയാലും ഇപ്പോൾ ഒരു ദിവസം സ്കിപ്പായി എന്ന് വിചാരിച്ച് അതിൽ നമ്മൾ ഡെസ്പറേറ്റ് ആവേണ്ട, അതിൽ വിഷമിക്കേണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ അതിൻ്റെ കൂടുതൽ വർക്കൗട്ട് ചെയ്യാമെന്നില്ല, അതിന് ടൈം സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ റിക്വയർമെൻറ്റ് വേണം എന്നുള്ളത് കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഫോക്കസ് മാത്രം പോരാ, അതിൻ്റെ പ്രൈമറി റിക്വയർമെൻറ്റ് എന്താണ്, നമ്മൾ ആ എയിമിലേക്ക് എത്താനുള്ള റിക്വയർമെൻറ്റ് എന്താണ്, നമ്മളെ ആരൊക്കെ അതിലേക്ക് ഹെൽപ്പ് ചെയ്യും, അതിനെ ആരൊക്കെ നമ്മളെ ലീഡ് ചെയ്യും എന്നുള്ളത് കൂടി നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരണം. പിന്നെ മടി കൂടാതെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞത് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മൾ ആ ഒരു തോട്ട് ഉണ്ടാക്കണം, യു ക്യാൻ, ഇഫ് യു തിങ്ക് യു ക്യാൻ. നമ്മൾ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും, പറയില്ലേ, നീ വിചാരിച്ച നടക്കും. നമ്മൾ പലപ്പോഴും പലരോടും പറയും, നീ വിചാരിച്ച അത് ചിലപ്പോൾ നടക്കും. ആ നീ നമ്മൾ തന്നെയാണ് പലപ്പോഴും നമ്മുടെ കേസിൽ. കാരണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സക്സസ് പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ചെറുതല്ല കേട്ടോ. അപ്പോൾ ഡിസിഷൻ എടുത്ത് മാറ്റി വയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ നല്ല നല്ല ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, പലപ്പോഴും അത് നടപ്പിലാക്കാൻ പറ്റാതെ നമ്മൾ വിഷമിച്ചു പോകും. എന്തുകൊണ്ടാണ്? ആ എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ. ഒന്നാമത് നമ്മളുടെ മൈൻഡ് ചിലപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കില്ല അല്ലേ. നിങ്ങൾക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ? നമ്മൾ ഡിസിഷൻ എടുത്തിട്ട് നമുക്ക് അത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, ഓർ കമ്മിറ്റഡ് ആയിട്ട് ആക്ഷൻ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എവിടെയാണ് എൻ്റെ പാത ഒന്ന് തിരിഞ്ഞു പോയത്, ഞാൻ റൈറ്റിലോട്ട് പോകണം എന്ന് വിചാരിച്ചു, നമ്മൾ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തു, പക്ഷെ ഞാൻ പോയത് ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ അവിടെ എൻ്റെ കുറേ പണികൾ അവിടെ കിടക്കുന്നുണ്ട്. സോ മോർണിംഗ് തൊട്ടേ ഞാൻ ആലോചിക്കുന്നുണ്ട് എൻ്റെ വർക്കുകൾ തീരണമെന്ന്, പക്ഷെ എൻ്റെ വർക്ക് തീരുന്നില്ല. അങ്ങനെ പല ദിവസങ്ങളും പോയി, ഒരു വർഷം തീരുന്നു, പിന്നെ നെക്സ്റ്റ് ഇയർ, ഈ വർഷത്തെ പ്രാരാബ്ദങ്ങളൊക്കെ കൊണ്ട് നെക്സ്റ്റ് പോകുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളുടെ മൈൻഡിലുള്ള മടി, നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ, അത് മാറ്റാനുള്ള ഡിസിഷൻസ്, നമ്മളുടെ ആക്ഷൻ എടുക്കുന്നതിനോട് ഒപ്പം തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. മേക്ക് ഇറ്റ് ഹാപ്പൻ ആൻഡ് കീപ് ഗോയിങ്. ഇഫ് യു തിങ്ക് യു ക്യാൻ ഡു, ആൻഡ് ദാറ്റ് വിൽ ക്രിയേറ്റ് എ ന്യൂ ഡ്രീം ടു ഹാപ്പൻ. നമ്മളുടെ ഡ്രീമുകളും നമ്മളുടെ ഗോൾസും നമ്മളുടെ എയിമും മിക്കപ്പോഴും മാറിക്കൊണ്ടിരിക്കില്ലേ. ഒരു 4 വയസ്സുള്ള ആളുടെ ഡ്രീം അല്ലല്ലോ 40 വയസ്സുകാരൻ്റെ ഡ്രീം. 40 വയസ്സുകാരൻ്റെ ഡ്രീം ആവില്ല 80 വയസ്സുകാരൻ്റെ ഡ്രീം. അപ്പോൾ നമ്മുടെ ഡ്രീം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഡിസിഷൻസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ ആക്ഷൻ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം.